പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ആദ്യത്തേത് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് ബെൽജിയം എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ എപ്പിസോഡാണ് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത്. അതിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള ആദ്യത്തെ മത്സരം ജെ ഊസോ വേഴ്സസ് ഓസ്റ്റിൻ തിയറി തമ്മിലുള്ള സിംഗിൾസ് മത്സരം, അതുപോലെ തന്നെ ഡക്കോട്ട കായ് വേഴ്സസ് ഐവി നൈൽ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ പെൻഡ വേഴ്സസ് ലുഡ്വിഗ് കൈസർ തമ്മിലുള്ള ഒരു നോ ഹോൾസ് ബെയർഡ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷന് സമാനമായിട്ടുള്ള ഒരു മത്സരം. കൂടാതെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ ഫിൻ ബാലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്യുന്നുണ്ട്. എപ്പിസോഡിലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ജഡ്ജ്മെൻറ്റുടെ ടീം അംഗമായ ഡൊമിനിക് മൈസ്റ്റീരിയോ ആണ് ഏതൻ പിയേഴ്സിനോട് പറഞ്ഞിട്ട് ഫിൻ ബാലറിന് ഇങ്ങനെയൊരു IC ടൈറ്റിൽ മത്സരം അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഫിൻ ബാലർ ഡൊമിനിക് മൈസ്റ്റീരിയോയെ ഹഗ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഇവർ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അടുത്തിടപഴകുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫിൻ ബാലറിനെ പെട്ടെന്ന് തന്നെ ജഡ്ജ്മെൻറ്റുടെ ഫാക്ഷനിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് വളരെ വ്യക്തമാക്കി തരുന്നത്. കൂടാതെ ജോൺസിനയുടെ റിട്ടേൺ അടുത്ത എപ്പിസോഡിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ജോൺസിന മാത്രമല്ല, നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും അടുത്ത എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സീനയുടെ ഭാഗത്ത് നിന്ന് സീന എന്തിനാണ് തന്നെ ആക്രമിച്ചത് എന്നുള്ള ആ ഒരു ഉത്തരം ലഭിക്കാൻ വേണ്ടി കോഡിയും സീനയും ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ഇന്നത്തെ എപ്പിസോഡ് ഓവറോൾ കിടിലമായിട്ടാണ് ഫീൽ ചെയ്തത് എന്നുണ്ടെങ്കിലും രണ്ട് ഭാഗങ്ങൾ എനിക്ക് വളരെ നിരാശപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിച്ചു. അതിൽ ഒന്നാമത്തേത് ജെ ഊസോയുടെ മത്സരമാണ്. ജെ ഊസോ വേഴ്സസ് ഗ്രേസൺ വാളർ തമ്മിലുള്ള മത്സരം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ജെ ഊസോയ്ക്ക് ആരംഭിക്കുന്ന ഭാഗത്ത് ആ എൻട്രൻസ് സമയത്ത് ക്രൗഡിനെ ഒന്ന് പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് കൊടുത്ത് ഒരു മത്സരം വെച്ചു. അതിലുപരി മറ്റൊന്നും ജെ ഊസോയുടെ മത്സരം കൊണ്ടോ അതിനുശേഷമുള്ള ഗുന്തറിൻ്റെ ആക്രമണം കൊണ്ടോ ആ സ്റ്റോറിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തുകൊണ്ടോ ഗുന്തർ വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള റസൽമീനിയയിലേക്കുള്ള സ്റ്റോറി എനിക്ക് കണക്റ്റ് ആയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തേത് ഒരു നമ്പർ 1 കണ്ടൻഡറെ മത്സരം സംബന്ധിച്ചാണ്. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ വുമൻസിൻ്റെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് അതിനുള്ള ഒരു നമ്പർ 1 കണ്ടൻഡർ മത്സരം നടക്കുകയുണ്ടായി. നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ റെഗൽ റോഡ്രിഗസ് ബെയ്ലി എന്ന റെസ്ലറിനെതിരെയാണ് മത്സരിച്ചത്. മത്സരത്തിൽ ബെയ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റെഗൽ റോഡ്രിഗസ് വിജയിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ലിവ് മോർഗൻ ഡൊമിനിക് മൈസ്റ്റീരിയോയുടെ ഡിസ്ട്രാക്ഷൻ തന്നെയാണ് ബെയ്ലിയുടെ പരാജയത്തിലേക്ക് നയിച്ചത്. റെഗൽ റോഡ്രിഗസ് നിലവിൽ വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളാണ്. എന്നിട്ടും ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് റെഗൽ പോകുമ്പോൾ റെഗൽ അവിടെ വിജയിക്കില്ല എന്നുള്ളത് അറിയാം. ഈ എപ്പിസോഡ് ഫിൽ ചെയ്യാൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള മത്സരങ്ങളും സെഗ്മെൻറ്റുകളും വെക്കുന്നത് കൊണ്ട് അത് റെസ്ലേഴ്സിനോ അത് കാണുന്ന പ്രേക്ഷകർക്കോ പ്രത്യേകിച്ചൊരു ഗുണം ഇല്ല എന്നുള്ളതും ഇപ്പോഴും ക്രിയേറ്റീവ് ടീം മനസ്സിലാക്കിയിട്ടില്ല. മൂന്നാമത്തെ അപ്ഡേറ്റ് കോഡി റോഡ്സിൻ്റെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോഡിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്താണോ കേൾക്കാൻ സാധിച്ചത് അതിൻ്റെ സമാനമായിട്ടുള്ള മറ്റൊരു വെർഷനായിരുന്നു കോഡിയുടെ ഇന്നത്തെ സെഗ്മെൻറ്റ്. കോഡി വന്നിട്ട് ജോൺസിനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റുകളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ സീനയുമായി ഫേസ് ടു ഫേസ് പോകുമ്പോൾ തന്നെ ആക്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിൻ്റെ ഉത്തരം താൻ മേടിക്കുമെന്നുള്ള ഒരു ഉറപ്പും കോഡി അവിടെ പങ്കുവെക്കുന്നുണ്ട്. കോഡിയുടെ ഭാഗത്തു നിന്നുള്ള പ്രൊമോഷന് ക്രൗഡിൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ ജോൺസിനെതിരെയുള്ള ചാൻറ്റുകളും ക്രൗഡിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ജോൺസിന എന്ന് പറയുന്ന ആ റെസ്ലർ അത് ബിസിനസ്സിന് എത്രത്തോളം വേണ്ടപ്പെട്ടതാണെന്നും ജോൺസിന 17ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകാമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ റസൽമീനിയ 41 തനിക്കെതിരെ മത്സരിക്കാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതും കോഡി റോഡ്സ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജോൺസിന വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മത്സരത്തിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും 2 കിടിലൻ സെഗ്മെൻറ്റുകൾ കാണാൻ സാധിച്ചു. അതിൽ ഒന്നാമത്തേത് വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയെ സംബന്ധിച്ചുള്ളതാണ്. നിലവിലെ പുതിയ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ഇയോ സ്കൈയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള താരത്തിൻ്റെ സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ബിയാങ്ക ബെലേറും പിന്നീട് അങ്ങോട്ടേക്ക് റിയ റിപ്ലിയും കടന്നു വരുന്നുണ്ട്. രണ്ടുപേരും പിന്നീട് വാക്ക് തർക്കം നടത്തുന്നുണ്ട്. ചാമ്പ്യനായിട്ടുള്ള ഇയോ സ്കൈക്ക് ഒരു
പുല്ല് വില പോലും കൊടുക്കാതെയുള്ള 2 പേരുടെയും വാക്ക് തർക്കം. ഇയോ സ്കൈയെ 2 പേരും പിടിച്ച് തള്ളി മാറ്റുന്നതായി കാണാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ പ്രകോപിതയായ ഇയോ സ്കൈ റിയ റിപ്ലിയുടെയും അതുപോലെ തന്നെ ബിയാങ്ക ബെലേറിൻ്റെയും മുഖത്തേക്ക് അടിച്ചുകൊണ്ടാണ് അതിനുള്ള ഒരു പ്രതികരണം കൊടുത്തത്. അപ്പോൾ ഇയോ സ്കൈയുടെ ഈ പ്രതികരണം കൊണ്ട് ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റസൽമേനിയ 41 ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം തന്നെയായിരിക്കും വുമൺസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ബിയാങ്ക ബെലേറും ഇയോ സ്കൈയും തമ്മിലുള്ള ഒരു മത്സരമാണ് എന്ന് പറഞ്ഞ് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മത്സരത്തിൽ റിയ റിപ്ലിയും കൂടി ആഡ് ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണെന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവ് തന്നെയാണ് റോ എപ്പിസോഡിൽ അവർ നൽകിയത്. അതുപോലെ തന്നെ ലോഗൻ പോൾ, AJ സ്റ്റൈൽസ് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. ലോഗൻ പോൾ ഇന്ന് മാഡിസൺ സ്ക്വയർ ഗാർഡനിലെ ഈ ഷോ കാണാൻ വന്ന ആരാധകരെ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു ആക്ടറിനെ റിങ്ങിലേക്ക് വലിച്ചിട്ടുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതും ക്രൗഡിനെ കളിയാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചതും എല്ലാം ലോഗൻ പോൾ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ക്യാരക്ടർ ആളുകൾ എത്രത്തോളം വെറുക്കപ്പെടണം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അവിടേക്ക് AJ സ്റ്റൈൽസ് വരുമ്പോൾ AJ സ്റ്റൈൽസിന് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ട്. കൂടാതെ റസൽമേനിയ 41 ഇനി ലോഗൻ പോളും AJ സ്റ്റൈൽസും തമ്മിൽ തന്നെയായിരിക്കും ഏറ്റുമുട്ടാൻ പോകുന്നത്. മത്സരം അതിഗംഭീരമായിരിക്കും. ഇവരുടെ ഇപ്പോൾ ഈ ഒരു സ്റ്റോറി ആരംഭിച്ചിരിക്കുന്ന രീതി കിടിലമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 5ാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മത്സരത്തെ സംബന്ധിച്ചാണ്. ഒരു ടൊർണാഡോ ടാഗ് ടീം മത്സരം നടക്കുകയുണ്ടായി. ന്യൂഡേ ടീമും റെയിംസ്റ്റീരിയോയുടെ LWO എന്ന് പറയുന്ന ടീമും തമ്മിൽ അതികിടിലമായിട്ടുള്ള മത്സരമായിരുന്നു. മത്സരത്തിൽ ന്യൂഡേയാണ് വിജയിച്ചത്. ന്യൂഡേ വിജയിക്കാനുള്ള കാരണം മാസ്ക് ഇട്ട് വന്ന ഒരു റെസ്ലർ LWOയിലെ മത്സരത്തിൽ പങ്കെടുത്ത റെയിംസ്റ്റീരിയോയെയും ഡ്രാഗൻ ലീയെയും ആക്രമിച്ചു. ടൊർണാഡോ ടാഗ് ടീം മത്സരമായതുകൊണ്ട് തന്നെ ഒരു DQ നമുക്കവിടെ കാണാൻ സാധിച്ചില്ല. ഈ അവസരത്തിലാണ് ന്യൂഡേ ആ ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ ആ മാസ്ക് ഇട്ട റെസ്ലർ ആരാണെന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അത് ചാഡ് ഗേബിൾ തന്നെയാണ്. പക്ഷേ പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ ചാഡ് ഗേബിൾ അല്ല എന്നുള്ളത് അദ്ദേഹം ആദ്യം അത് താനല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ചാഡ് ഗേബിൾ ആണെന്നുള്ളത് ഇൻ്റർവ്യൂവറായ കാറ്റ് കെല്ലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ചാഡ് ഗേബിളിൻ്റെ ബാക്കിലൂടെ ഒരു മാസ്ക് ഇട്ട ഒരു വ്യക്തിയെ സെക്യൂരിറ്റീസ് പിടിച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള ചെറിയൊരു ഭാഗം അവർ കാണിച്ചു. അപ്പോൾ ചാഡ് ഗേബിൾ പറയുന്നുണ്ട് താനല്ല, നിങ്ങളിത് ഇപ്പോഴെങ്കിലും വിശ്വസിക്കൂ എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ മാസ്കിന് പിറകിലെ ആക്രമണം നടത്തിയ റെസ്ലർ അത് ചാഡ് ഗേബിൾ തന്നെയാണ്. ചാഡ് ഗേബിൾ ഇനി വരുന്നത് ഒറ്റയ്ക്കായിരിക്കില്ല. അദ്ദേഹത്തിന് മെക്സിക്കൻ രീതിയിലുള്ള, അതായത് ഒരു ലൂച്ചാഡോർ ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ലൂച്ചാഡോർ എന്ന് പറയുമ്പോൾ മെക്സിക്കൻ റെസ്ലറിനെയാണ് ലൂച്ചാഡോർ എന്ന് പറയുന്നത്. അപ്പോൾ മാസ്ക് ഇട്ട് വരുന്ന ഒരു റെസ്ലർ ചാഡ് ഗേബിളിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ചാഡ് ഗേബിൾ എന്തായാലും ഒറ്റയ്ക്ക് ഈ LWO റെയിംസ്റ്റീരിയോ ഫാക്ഷനെതിരെ സ്റ്റോർ ചെയ്യാൻ സാധ്യതയില്ല. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കുറേയധികം കൂട്ടുകാർ ചോദിച്ച ഏക ചോദ്യം റോമൻ റെയിൻസ് ഹീലാണോ ഫേസ് ആണോ എന്നുള്ളതാണ്. ഹീലും ഫേസും അറിയാത്തവർക്ക് വേണ്ടി റോമൻ റെയിൻസ് നല്ല കുട്ടിയാണോ ചീത്ത കുട്ടിയാണോ, നായകനാണോ വില്ലനാണോ, അതിൽ ഏതാണ് റോമൻ റെയിൻസിൻ്റെ ഇപ്പോഴത്തെ ക്യാരക്ടർ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നതിന്. ഇതിനി നമ്മളിങ്ങനെ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ല. റോമൻ റെയിൻസ് ഇത് രണ്ടും ചേർന്ന ക്യാരക്ടറാണ് നിലവിൽ ഈ സ്റ്റോറിയിൽ ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റോറിയിൽ ഇപ്പോൾ പക്ക ഹീലായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് സെത്തിനെയും പക്ക ഫേസ് ക്യാരക്ടറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് CM പങ്കിനെയുമായിരിക്കും. ഈ 2 ക്യാരക്ടറിനെയും പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും റോമൻ ഉണ്ടായിരിക്കുക. അതായത് ഫേസ് ക്യാരക്ടർ ചെയ്യുന്ന പങ്കിനെതിരെയും ഹീൽ ക്യാരക്ടർ ചെയ്യുന്ന സെത്തിനെതിരെയും റോമൻ റെയിൻസ് സെഗ്മെൻറ്റുകളും അതുപോലെ തന്നെ റസൽമേനിയ 41 ട്രിപ്പിൾ ത്രെറ്റ് മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോൾ റോമൻ റെയിൻസ് രണ്ടും ചെയ്യുന്ന ഒരു ന്യൂട്രൽ ട്വീനർ ലെവൽ ക്യാരക്ടറാണ് ഈ സ്റ്റോറിയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചു എന്ന് കരുതുന്നു. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ സ്റ്റീൽ കേജ് മത്സരത്തിൽ സെത്ത് റോളിൻസ് വിജയിക്കാനുള്ള കാരണം സെത്ത് റോളിൻസിനെ റോമൻ റെയിൻസ് എടുത്ത് പുറത്തേക്കിട്ടതായിരുന്നു. എസ്കേപ്പ് ചെയ്താൽ വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു റൂൾ ഉള്ളതുകൊണ്ട് തന്നെ കേജിൻ്റെ പുറത്തേക്ക് എത്തിയത് കൊണ്ട് തന്നെ സെത്ത് മത്സരത്തിൽ വിജയിച്ചു. അതിനുശേഷം സ്പിയർ കൊടുത്തുകൊണ്ടും കെർബ് സ്റ്റോമ്പ് കൊടുത്തുകൊണ്ടും സെത്തിനെ ബ്രൂട്ടലായി റോമൻ റെയിൻസ് ആക്രമിച്ചു. പിന്നീട് പോൾ ഹേമൻ CM പങ്കിനെ ഹഗ് ചെയ്യുന്നത് കണ്ടപ്പോൾ റോമൻ റെയിൻസിന് ഇഷ്ടപ്പെട്ടില്ല. റോമൻ റെയിൻസ് റിങ്ങിൽ കയറി പങ്കിനെയും ആക്രമിച്ചു. അതാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. OTC റോമൻ റെയിൻസ് അല്ലെങ്കിൽ YTC റോമൻ റെയിൻസ് അതികിടിലമായിട്ടുള്ള മാസ് റിട്ടേൺ നടത്തിയിരിക്കുന്നു. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.